ശ്രീ കെ അനിൽകുമാർ, ഈ കൂട്ടമുള്ളിടത്തെല്ലാം അഴിമതി ഉണ്ടാകും, തിരഞ്ഞെടുപ്പുള്ളിടത്തെല്ലാം ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകും. ഇങ്ങനെ ഉള്ള ഒന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ വലിയ പാർട്ടികളിൽ വലിയ അഴിമതികൾ കാണുന്നു. എന്നതിനപ്പുറത്തേക്ക് BJPയുടെ ഇപ്പോൾ പുറത്തെത്തുന്ന അയോധ്യ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള കാര്യത്തിൽ മറ്റൊന്നുമില്ല. അത് ശരിയാണോ? അല്ല, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തിലെത്തിയിട്ടൊരു വ്യാഴവട്ടം പൂർത്തിയാവുകയാണ്. അതായത് ഒരു 3 കൊല്ലം കൂടെ കാലാവധി ആയിക്കഴിഞ്ഞാൽ അവരുടെ ഭരണം 3 ടേം പൂർത്തിയാവും. പക്ഷെ 3 ടേം പൂർത്തിയാക്കാൻ BJPക്ക് താല്പര്യമില്ല. അവർ 2029 തന്നെ ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പരിപാടി നടത്തുകയാണ്. അതിനവർ കണ്ട കുറുക്കുവഴി എന്താണ്? ഇപ്പം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിലാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം വേണ്ടത്. അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ കാലുമാറ്റത്തിന് വേണ്ടി പണം കൊടുത്ത ചരിത്രമുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച അഴിമതി കേസ്. അന്നത്തെ നരസിംഹറാവു മന്ത്രിസഭ അധികാരത്തിൽ ഇരുന്നപ്പോൾ ആ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ JMMൻ്റെ MPമാർക്ക് കോടിക്കണക്കിന് രൂപ കൈമാറിയത് തൊണ്ട് സഹിതം പിടിച്ച കേസാണ്. നരസിംഹറാവു ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രതിയായൊരു കേസാണ്. അത് കോൺഗ്രസിൻ്റെ കാലം. BJP വന്നപ്പോഴോ? ഇന്ന് ഇന്ത്യ രാജ്യത്ത് എത്ര കോടി രൂപയാണ് ഒരു MPയുടെ വില, രാജ്യസഭാ MPമാരുടെ വില, ലോകസഭാ MPമാരുടെ വില? ബംഗാളിൽ തന്നെ 3 തൃണമൂൽ രാജ്യസഭാ MPമാർ രാജിവെച്ചു. പിറ്റേ ആഴ്ച തെരഞ്ഞെടുപ്പ് ഇവരെ തന്നെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. അവർ BJP MPമാരായി മാറിത്തീരുകയാണ്. ഇതിൻ്റെ പേരാണ് ജനാധിപത്യം. ഇതെല്ലാം നടപ്പാക്കുമ്പോൾ ഇനി ഇൻറ്റേർണൽ സ്ക്രൂട്ടണി BJP നടക്കും. ഇത് BJP നമ്മുടെ രാജ്യത്ത്, RSS നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കി എല്ലാ പ്രവർത്തനങ്ങളെയും അട്ടിമറിച്ചിരിക്കുകയാണ്. കള്ളപ്പണം എന്നുള്ളത് അധികാരം പിടിക്കാനും അധികാരം നിലനിർത്താനും ഭരണഘടന അട്ടിമറിക്കാൻ കള്ളപ്പണം ഉപയോഗിക്കുന്ന പാർട്ടിയായി BJP മാറുകയാണ്. ഭരണഘടനയിൽ BJPക്ക് അട്ടിമറിക്കണമെങ്കിൽ ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം വേണ്ടേ? അധികാരം നിലനിർത്താനല്ല, മോദിക്ക് 5 കൊല്ലം ഭരിക്കാനല്ല, ഭരണഘടന അട്ടിമറിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ്. രാജ്യചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിൽ ഭരണഘടന അട്ടിമറിക്കാൻ കൂറുമാറ്റം നടത്തുന്ന ഏക പാർട്ടിയുടെ പേര് BJP എന്നായിരിക്കും, RSS എന്നായിരിക്കും. RSSൻ്റെ ഒരു വലിയ സമ്മേളനം ഇപ്പോൾ നടന്നു. 42 സംഘടനകൾ RSSുമായി ബന്ധപ്പെട്ട് അതോടെ പങ്കെടുത്തതായിട്ടാണ് കണ്ടത്. അപ്പോൾ RSS ആണ് അമ്മ, ബാക്കിയെല്ലാം മക്കളാണ്. ഈ അമ്മയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ല. അതിൻ്റെ ഭാരതമാതാവിൽ വിശ്വാസമില്ലേ? RSS ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ഒരു നിയമത്തിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ല. എന്താ RSS ആരുടെ എന്താ രജിസ്ട്രേഷൻ ഇല്ലാത്തത്? RSSൻ്റെ കാര്യങ്ങളെങ്ങനെ നടപ്പാകുന്നത്? ഏത് അക്കൗണ്ടിലൂടെ നടപ്പാകുന്നത്? RSS എങ്ങനെ ഈ രാജ്യത്ത് കെട്ടിടങ്ങൾ ഉയരുന്നത്? എവിടുന്നാണ് പണം പിരിക്കുന്നത്? അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, RSSൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്തതിന് കാരണം ഏത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അതിൻ്റെ പേരിൽ പിടിക്കപ്പെടരുത്, നിരോധിക്കപ്പെടരുത്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ പിടിക്കപ്പെടരുത് എന്നുകൊണ്ട് മുൻകൂട്ടി തന്നെ ചില കള്ളന്മാർ എണ്ണയിട്ട്, ദേഹമാവസ്ഥയിൽ എണ്ണയിടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് എണ്ണ ഇട്ടിരിക്കുന്നത്? കള്ളന്മാരെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചാൽ എണ്ണ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പിടികിട്ടത്തില്ല. അങ്ങനെ എണ്ണയിട്ട കള്ളൻ്റെ പരുവത്തിലാണ് RSS ജന്മം കൊണ്ടത് ഇന്ത്യ രാജ്യത്ത്. ഇപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നാണമില്ലാതെ നമ്മുടെ രാജ്യത്ത് നിയമത്തെക്കുറിച്ച്, നിയമവാഴ്ചയെക്കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് RSSൻ്റെ ഏറ്റവും താഴത്തെ നിലവാരത്തിലുള്ളൊരു ഉപസംഘടന മാത്രമാണല്ലോ BJP എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ്. കൊടകര കുഴൽപ്പണ കേസിൽ RSSകാരനായ ധർമ്മരാജൻ RSS എന്ന് പറഞ്ഞ് കുമ്മൻ രാജശേഖരനാണ്. ധർമ്മരാജൻ RSSകാരനാണ്. വാദിയായ ധർമ്മരാജനെ, പരാതിക്കാരനായ ധർമ്മരാജനെ പിണറായി പോലീസ് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും സമരം നടന്നതാണ്. ആ ധർമ്മരാജനാണ് 42 കോടിയിലേറെ രൂപ കേരളത്തിനകത്ത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പല രൂപത്തിൽ, പല വേഷം മാറി സഞ്ചരിച്ച് ഇങ്ങനെ പണം കൈമാറിയത്. മഴ കാത്ത് വേഴാമ്പലിരിക്കുന്ന പോലെ BJP നേതാക്കന്മാർ ഓരോ ജില്ലയിലും കാത്തിരുന്നു. അങ്ങനെ പോയ പൈസ BJPക്കാർ തന്നെ തട്ടിപ്പറിച്ചതാണ് കൊടകര കുഴൽപ്പണ കേസ്. 1,62,00,000 രൂപ രൊക്കം കണ്ടുപിടിച്ച് കോടതി വെച്ചിട്ടുണ്ട്. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞത്
കൊടകര കുഴൽപ്പണ കേസിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ BJPയെ സഹായിക്കുകയാണ്. സതീശൻ്റെ വാദം കോൺഗ്രസ്സുകാരുടെ വാദം എന്താണ്? ഈ കള്ളപ്പണം കിട്ടിയിട്ട് കേരളത്തിലെ പിണറായി അനങ്ങുന്നില്ല. പിണറായി അനങ്ങാത്തതല്ല, 1000 പേജുള്ള കുറ്റപത്രം ഉണ്ടാക്കിയിട്ട് ഇത്രയും കള്ളപ്പണം പിടിച്ചിട്ടിട്ട് ബാക്കി അന്വേഷിക്കേണ്ടത് ED ആണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ED അന്വേഷിക്കേണ്ടത് ED അന്വേഷിച്ചിട്ടില്ലെങ്കിലും CPMനെ തെറി പറയാൻ ഒരു മടിയും കോൺഗ്രസ്സുകാരനില്ലായിരുന്നു. ഞാൻ കേരളത്തിൽ ഇപ്പോൾ KPCC ഉണ്ടോ? KPCC എത്തുപോയല്ലോ. ഇരുട്ടായതുകൊണ്ട് സണ്ണി ജോസഫിനെ കാണാനും പറ്റത്തില്ല, പവർ കട്ടാണ്, കാണാൻ പറ്റത്തില്ല, അതിനാളുമില്ല അവിടെ. പിന്നെ ആരാ ഉള്ളത്? ആരോടാ ചോദിക്കേണ്ടത്? ഈ BJPയുടെ ആഫീസിൽ എന്താ ED കയറാത്തതെന്ന് കോൺഗ്രസ് ചോദിച്ചോ? അല്ല, ഈ സതീശന് പോകാൻ മേലേ. അപ്പോഴാണ് സതീശൻ്റെ ആഫീസിലേക്ക് എല്ലാവരോടും ഊത്ത പോലെ ഉരുണ്ട് കയറിയിരിക്കുകയാണ്. RV ബാബുവും ശശികല അടക്കമുള്ള ആളുകൾ ചെന്ന് കയറിയിരിക്കുകയാണ്. എന്താ നിവേദനം എന്താണ്? ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്ത്. ഇപ്പോൾ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ച് തൊണ്ട് സഹിതം കൃത്യമായി രൂപസഹിതം ഹാജരാക്കിയിട്ടും കേന്ദ്രം അന്വേഷിച്ചില്ല, ED അന്വേഷിച്ചില്ല. ഇങ്ങേപ്പറെ സെൽഫി ഇട്ടിരിക്കുകയാണ്. ആ സെൽഫി ഇട്ടവനെ വിളിച്ചും ചോദിച്ചോ കേരള പോലീസ്? ചോദിക്കത്തില്ല. ED ചോദിക്കോ? ചോദിക്കത്തില്ല. എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ കഥയാണ്. പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എന്തെല്ലാം ദുരാരോപണങ്ങളാണ്, കെട്ടുകഥകളാണ്. ഓരോ ദിവസം നാളെ നീളെ എന്ന് പറഞ്ഞിങ്ങനെ ലോട്ടറിയുടെ പരസ്യം പോലെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ED. എന്താ ഇവിടേക്ക് പോകാത്തത്? മാരാർജി ഭവനിൽ പോകാത്തത്? അടിയെ പൊക്കാത്തത്? കള്ളനോട്ട് അല്ലെ നോട്ടുകെട്ടിൻ്റെ മേലെ ഈ നോട്ട് നിരോധിച്ചിട്ട് ഇനി ആരുടെയും കള്ളനോട്ടുണ്ടാകാൻ പാടില്ല. RSSകാരും BJPക്കാരും ചെയ്തത് എന്താണെന്നറിയോ? ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് കള്ളപ്പണം പൂഴ്ത്തിവെക്കുന്ന സങ്കേതമാക്കി മാറ്റി കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തെ BJP. ആർക്കൊക്കെ ഇലക്ട്രൽ ബോണ്ട് കൈമാറിയെന്ന വിവരം രഹസ്യമാക്കി വയ്ക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതി പോയത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൊതുപ്പണം എടുത്ത് സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ഞങ്ങൾ കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഈ ഒളിപ്പിച്ച് വെച്ച കള്ളപ്പണം ആരുടേതാണ്, എവിടുന്ന് കിട്ടിയതാണ്, ഏത് സ്ഥലത്തുനിന്ന് ആർക്ക് കൊടുത്തതാണ് എന്ന വിവരം പുറത്തു വരാതിരിക്കാൻ രാജ്യത്തിൻ്റെ പണം അല്ലെങ്കിൽ ബാങ്കിൻ്റെ പണം ഉപയോഗിച്ച് കോടതി പോയ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇതാണ് BJPയും കോൺഗ്രസും ചെയ്യുന്നത്. കോൺഗ്രസ് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് അഴിമതി. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ, എന്തോ രക്തസാക്ഷി ഫണ്ട് അഴിമതിയുണ്ട്. ഞാനൊരു കാര്യം അത് വ്യക്തമാക്കാൻ ആധികാരികമായി ശ്രമിക്കുകയാണ്. ഒന്ന്, എല്ലാവരും അറിയേണ്ട കാര്യം, ധനരാജ്യ രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റി പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടിയുടെ അടുത്ത അനുഭാവികളിൽ നിന്നും ഒരു സംഘടനയ്ക്കകത്ത് നടത്തിയ പിരിവാണത്. അതിനൊന്നുമില്ല, അതിലൊരു അഴിമതിയും നടന്നിട്ടില്ല, നടന്നിട്ടില്ല. അതിൻ്റെ കൃത്യമായ കണക്ക്, പണം ആരാണോ തന്നത് തന്നവരെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ പാർട്ടിയെ കൊന്ന് ഈ പാർട്ടിയുടെ കുടൽമാല എടുത്ത് ചോര കുടിക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ചാനൽ, അവരെയൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ ധിക്കാരം കൊണ്ട് പറയല്ല. ഞങ്ങളെ സഹായിക്കാൻ ധനരാജിൻ്റെ ഫണ്ട് നൽകിയ മുഴുവൻ വ്യക്തികളെയും ബോധ്യപ്പെടുത്തി. ഏതെങ്കിലും വ്യക്തി ഫണ്ട് തന്നവർക്ക് ബോധ്യമില്ലെങ്കിൽ പറഞ്ഞുതരും. അതുകൊണ്ട് രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ചൊന്നും കെട്ടുകഥ പറഞ്ഞ് നടക്കരുത്. ഒരഴിമതിയും നടത്തുകയില്ല. നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരുമല്ല, നടത്തിയിട്ടുമില്ല. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ആരാണ്? സ്വന്തം കൊടി. ആ കൊടി, അതിൻ്റെ പണം അടിച്ചെടുത്തവരാരാ? BJPയുടെ ആഫീസിൽ ഇരിക്കുകയല്ലേ. ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന ആരാ? BJPയിലെ തമ്മിലടിയല്ലേ. 3 സീറ്റിലാകെ ജയിച്ചത്. ആ പാർട്ടിയിലാണ് ഇത്രയും വലിയ തമ്മിലടി. ആ തമ്മിലടിയുടെ വലിപ്പം കണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ മുരളീധരൻ, 2 മന്ത്രിമാരും ഏറ്റവും പുറകിലേ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ എന്താ BJPയുടെ പരുവം. ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു തരത്തിലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് പറയുകയാണ് ശബരിമലയിൽ അഴിമതി. നമ്മൾ സാധാരണഗതിയിൽ ഒന്ന് അല്പമെങ്കിലും ധാരണയുള്ളവരും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത്. ശബരിമലയിൽ എന്താ ഇപ്പോൾ ഈ ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണം എല്ലാം നേതൃത്വം കൊടുത്തിട്ട് കുറ്റപത്രം കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവിടെ ഈ വിജയമല്യ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി നടത്തി നാട് വിട്ടുപോയ ആളല്ല വിജയമല്യ. അദ്ദേഹമാണല്ലോ അവിടെ സ്വർണം കൊടുത്തു എന്ന് പറയുന്നത്. കൊടുത്ത സ്വർണത്തിന് കണക്കില്ല. 30.3 കിലോ കൊടുത്തെന്നൊക്കെ പറയുന്നല്ലാതെ കൊടുത്തതിൻ്റെ അളവില്ല അവിടെ. അതുകൊണ്ട് എത്ര അവിടെ ഉണ്ടെന്ന് കണ്ടാലല്ലേ ബാക്കി അവിടെ എത്ര ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതല്ലേ കോടതി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരു സ്ഥലത്ത് എത്ര സ്വർണം അവിടെ മുടക്കി എന്നുള്ളത് വിജയമല്യയുടെ കണക്ക് കൊണ്ട് കാണുന്നില്ല, അവിടെ അളന്നു കൊടുത്തതായിട്ട് കാണുന്നില്ല, അത് കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ ആ രേഖ? അതുകൊണ്ട് ഇതൊക്കെ സഖാക്കൾ സ്വർണം കട്ടു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, ഞങ്ങളെ ആക്രമിക്കാൻ എളുപ്പമാണ്. ഒരു കാര്യം തലയുയർത്തി എന്നാണ് സംസാരിക്കുന്നത്. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു വെള്ളി രൂപയുടെ അഴിമതി കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്താൻ അനുവദിച്ചിട്ടില്ല. അതിൽ രാഷ്ട്രീയമായ അഭിമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. നിയമസഭാ സമ്മേളനം നടന്നല്ലോ, അഴിമതി ആരോപണം വല്ലതും വന്നോ? പിന്നെ ആകെ പിടിക്കാൻ പോയത് ഏതാ? കോഴിക്കോട്ടൊരു കേസ്, ആലപ്പുഴ ഒരു കേസ്, ഇത്രയൊക്കെ ഉള്ളോ 10 കൊല്ലം ഭരിച്ചിട്ടൊരു സർക്കാരിന് നേരെ പറയാൻ? അഴിമതി ആരോപണം പോലും നിയമസഭയിൽ വന്നില്ലല്ലോ. എന്താ വരാത്തതിന് കാരണം? ഇത്ര സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും വൃത്തികെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് അടിമുടി നിയമവിരുദ്ധമാണ്, RSSൻ്റെ സൃഷ്ടിയാണ്. RSS എന്ന് പറയുന്നത് നിയമം അംഗീകരിക്കാത്തവരാണ്, നിയമത്തെ വെല്ലുവിളിക്കുന്നവരാണ്. അയോധ്യയിൽ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. രാമനെ ആരാ കട്ടത്? രാമൻ്റെ സ്വത്ത് കൊള്ളയടിച്ചു, ശ്രീരാമൻ്റെ സ്വത്ത് കൊള്ളയടിച്ചു, അയോധ്യ കൊള്ളയടിച്ചു. അയോധ്യ കൊള്ളയടിച്ചവരാണ് അയോധ്യയുടെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാമായണ മാസം വരികയല്ലേ, BJPക്കാർ രാമായണം വായിക്കാൻ പറയട്ടെ, നാട്ടുകാർ നന്നായിട്ട് പഞ്ഞിക്കിടുന്ന കാണാം.